ഹയർ സെക്കൻഡറി രണ്ടാം വർഷ കെമിസ്ട്രി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ ഇലക്ട്രോ കെമിസ്ട്രി എന്ന അധ്യായത്തിൻ്റെ അവസാന വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാദ്യമായി നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചില ലോസിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. നമുക്കറിയാം ഇലക്ട്രോളിറ്റിക് സെല്ലുകൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എക്സ്റ്റേർണൽ വോൾട്ടേജ് ഒരു സെല്ലിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിച്ച് നോൺ സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷനുകൾ കണ്ടക്ട് ചെയ്യുന്ന തരം ഡിവൈസുകളാണ് ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പം അങ്ങനെയുള്ള ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളുടെയുമായി ബന്ധപ്പെട്ട ലോയാണ് ഫാരഡേയ്സ് ലോ. അപ്പോൾ ഇവിടെ രണ്ട് ലോകളാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഫാരഡേയ്സിന്റെ ഫസ്റ്റ് ലോയാണ്. അപ്പോൾ ഫസ്റ്റ് ലോ പ്രകാരം the amount of chemical reaction occur at an electrode during electrolysis is directly proportional to the quantity of current passed എന്നാണ്. അതായത് ഇപ്പം നമുക്ക് നോക്കൂ, നമ്മൾ ചിത്രത്തിൽ കാണാം. നമ്മുടെ ചിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലിൽ നിന്നും കറണ്ട് നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യിപ്പിക്കുന്നു, സെല്ലിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സെല്ലിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇലക്ട്രോഡുകളിൽ കാഥോഡിലും ആനോഡിലും ചില റിയാക്ഷനുകൾ നടക്കും, നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനുകൾ നടക്കും. ആ റിയാക്ഷന്റെ ഫലമായിട്ട് കാഥോഡിലും ആനോഡിലും ചില സബ്സ്റ്റൻസുകൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യും. ആ ലിബറേറ്റ് ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ വെയിറ്റ് തൽക്കാലം W അല്ലേ, റിയാക്ഷനുകൾ കൂടുതൽ സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ സബ്സ്റ്റൻസ് അവിടെ ലിബറേറ്റ് ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ റിയാക്ഷന്റെ ഫലമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ലോ പറയുന്നത്? ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്. ആ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്ന കറണ്ടിന്റെ ക്വാണ്ടിറ്റിക്ക് പ്രൊപ്പോർഷണൽ. ഇവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഇൻ കൂളോംബ് ആണ്. ഇനി വീണ്ടും നമുക്കറിയാം Q ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ IT ആണ്, I into T, വേർ I ഈസ് ദി കറണ്ട് ഇൻ ആംപിയർ ആൻഡ് T ഈസ് ദി ടൈം ഇൻ സെക്കൻഡ്സ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, W പ്രൊപ്പോർഷണൽ ടു IT. അപ്പോൾ കൂടിയ അളവിൽ ഒരു കറണ്ട് കൂടുതൽ സമയം നമ്മൾ ഇലക്ട്രോളിറ്റിലേക്ക് കൂടെ പാസ് ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. അതുപോലെ അവിടെ ആനുപാതികമായി ലിബറേറ്റ് ചെയ്യുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസും കൂടുതലായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. നോക്കൂ, നമ്മൾ സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രോളിസിന്റെ ഫലമായിട്ട് ഒരു ഇലക്ട്രോഡിൽ നടക്കുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ Ag++1 ഇലക്ട്രോൺ ഗിവിംഗ് Ag ആണെന്ന് കരുതുക. ഉണ്ടോ, ഇങ്ങനെ റിഡക്ഷൻ റിയാക്ഷൻ ഒരു ഇലക്ട്രോഡിൽ നടക്കുന്നിരിക്കട്ടെ. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? നോക്കൂ, ദാണ്ടെ 1 മോൾ Ag+ അയോണിന് 1 മോൾ ഇലക്ട്രോണുകൾ ആവശ്യമായി വരുന്നു റിഡക്ഷൻ റിയാക്ഷന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ 1 മോൾ സിൽവർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി 1 മോൾ ഇലക്ട്രോണുകളുടെ ടോട്ടൽ ചാർജ് നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1 മോൾ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96,500 കൂളോംബ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം, അതുപോലെ 1.6021 into 10⁻⁻19 കൂളോംബ് ആണ്. ഇൻറ്റു 1 മോൾ 6.022 into 10⁻23 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 96,500 കൂളോംബ് എന്ന് കിട്ടും. അപ്പോൾ 96,500 കൂളോം ചാർജ് പാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 1 മോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. 1 മോൾ സിൽവർ എന്ന് പറയുമ്പം 108 ഗ്രാം ആണ്. കാരണം സിൽവറിന്റെ മോളാർ മാസ് 108 ഗ്രാം ആണ് നമുക്കറിയാം. ഇനി ഈ 96,500 കൂളോം ചാർജിന് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കറണ്ടിന് അത്രയും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ വിളിക്കുന്ന പേരാണ് നമുക്കറിയാം 1 ഫാരഡേ. കാരണം നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് 1 ഫാരഡേ ഈസ് ഈക്വൽ ടു 96,500 കൂളോം എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ 3 ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, 1 മോൾ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ചാർജ് ആണ് 96,500 കൂളോം. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? 1 ഫാരഡേ. സപ്പോസ് മറ്റൊരു റിയാക്ഷൻ നോക്കുന്നു, ഇലക്ട്രോഡ് റിയാക്ഷൻ. ഇപ്പൊ അലൂമിനിയം അയോൺ Al3++3 ഇലക്ട്രോൺ ഗിവിംഗ് Al എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണ് സപ്പോസ് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നടക്കുന്നതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 3 മോൾ ഇലക്ട്രോണുകൾ ആണ് 1 മോൾ Al3+ റെഡ്യൂസ് ചെയ്ത് 1 മോൾ അലൂമിനിയമായി മാറാൻ വേണ്ടത്. ഇനി 1 മോൾ അലൂമിനിയം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 27 ഗ്രാം ആണ്.
ഇനി 3 മോൾ ഇലക്ട്രോൺസിനെ നമ്മൾ കൂളോമ്പിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിലോ 3 × 96,500 കൂളോംബ് ചാർജ് ആണ് നമുക്ക് 27 ഗ്രാം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായി വരിക. അതർവൈസ് നമുക്ക് എങ്ങനെയും പറയാം 3 ഫാരഡേ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് 27 ഗ്രാം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ 3 ഫാരഡേ അല്ലെങ്കിൽ 3 × 96,500 കൂളോം കറണ്ട്. ഇതിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാലോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അലൂമിനിയം അവിടെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. തിരിച്ചും നമുക്കിപ്പോൾ സപ്പോസ് 100 ഗ്രാം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഇരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് എത്ര കറണ്ട് പാസ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നമുക്ക് അടുത്തായിട്ട് നോക്കാം. നോക്കൂ, നമ്മുടെ NCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 92-ലെ 3.15 ആണ് നമ്മളിപ്പം നോക്കാൻ പോകുന്ന ന്യൂമറിക്കൽ പ്രോബ്ലം. എ സൊല്യൂഷൻ ഓഫ് നിക്കൽ നൈട്രേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ബിറ്റ്വീൻ platinum electrodes using a current of 5 amperes for 20 minutes. What mass of nickel is deposited at the cathode? നോക്കാം, നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. അവിടെ നിക്കൽ നൈട്രേറ്റ് ആണ് ഇലക്ട്രോലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിക്കൽ നൈട്രേറ്റ് നിക്കലിന്റെ വാലൻസി Na2+ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷൻ Na2+ + 2 ഇലക്ട്രോൺ ഗിവിംഗ് Na ആണ്. അപ്പോൾ ഇതിന്റെ സ്റ്റോഷിയോമെട്രി നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, 2 ഇലക്ട്രോൺ മീൻസ് 2 × 96,500 കൂളോം കറണ്ട് അല്ലെങ്കിൽ ചാർജ് പാസ് ചെയ്യിപ്പിച്ചാൽ നിക്കലിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 58.7 ഗ്രാം ആയിരിക്കും. അത് സാധാരണ ക്വസ്റ്റ്യനിൽ തരും, ഇല്ലെങ്കിൽ നമ്മൾ ലോഗരിതം ടേബിൾ നോക്കി എടുക്കുക. അപ്പോൾ 58.7 ഗ്രാം നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോഷിയോമെട്രി പ്രകാരം 2 × 96,500 കൂളോം കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ 58.7 ഗ്രാം നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി നമ്മളിവിടെ എത്ര ക്വാണ്ടിറ്റി കറണ്ടാണ് പാസ് ചെയ്യിപ്പിച്ചത്? നോക്കൂ, അവിടെ പറയുന്നുണ്ട് 5 ആംപെയർ കറണ്ട് 20 മിനിറ്റ്സ് പാസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് പാസ്ഡ് കണ്ടെത്തുക. Q = IT. എപ്പോഴും ഓർക്കുക, നമുക്ക് ഏത് സാഹചര്യത്തിലായാലും ഒരു പർട്ടിക്കുലർ ആംപിയർ കറണ്ട് ഒരു പ്രത്യേക സമയം പാസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ക്വാണ്ടിറ്റി കറണ്ടാണ് പാസ് ചെയ്തത് കൂളോമ്പിൽ എന്നുള്ളതങ്ങ് കണ്ടെത്തുക. അപ്പോൾ 5 × 20 × 60, അപ്പോൾ 6000 കൂളോം കറണ്ടാണ് നമ്മളിവിടെ പാസ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ 6000 കൂളോം കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ എത്ര നിക്കൽ കിട്ടും? അത് തൽക്കാലം X എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. X നമ്മൾ അങ്ങോട്ട് കൊടുത്തു വെച്ചു. ഇനി എന്ത് ചെയ്യാം? നോക്കൂ, മാസ് ഓഫ് നിക്കൽ ഡെപ്പോസിറ്റഡ് ബൈ 6000 കൂളോം കറണ്ട് = X നമ്മൾ എഴുതുന്നു. ഇനി ആ X കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്റ്റോഷിയോമെട്രിക് പ്രോബ്ലംസ് നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അത് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ X കണ്ടെത്തുമ്പോൾ 1.825 ഗ്രാം നിക്കൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അൺനോൺ ആയിട്ടുള്ളതിന് X കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുകയും ചെയ്യും. ഇനി ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പം ഒരു 100 ഗ്രാം നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കൂളോം കറണ്ട് വേണമെന്ന് ചോദിച്ചാൽ ഇവിടെ 100 കൊടുക്കുക, ഇവിടെ X കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എത്ര കൂളോം കറണ്ട് വേണമെന്ന് കിട്ടുകയും ചെയ്യും. ഇതുപോലെ വേറെയും ക്വസ്റ്റ്യനുകൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഉണ്ട്. ഇതേപോലെ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത ഫസ്റ്റ് ലോയ്ക്ക് ശേഷം ഇനി നമ്മൾ നോക്കുന്നത് ഫാരഡയുടെ സെക്കൻഡ് ലോ ആണ്. അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലോയിൽ എന്താ മനസ്സിലാക്കിയ? കൂടുതൽ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചാൽ കൂടുതൽ റിയാക്ഷൻ നടക്കും, അല്ലെങ്കിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ സപ്പോസ് സെക്കൻഡ് ലോ പറയുന്നത് ഇങ്ങനെയാണ്: സെയിം ക്വാണ്ടിറ്റി, when same quantity current is passed through different electrolytes, then the amount of substances liberated at the respective electrodes are directly proportional to their equivalent weights എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്കിപ്പോൾ ഒരു 2-3 ഇലക്ട്രോളിറ്റിക് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ശേഷം സെയിം ക്വാണ്ടിറ്റി കറണ്ട് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നോക്കൂ, ഡിഫറൻറ്റ് സെല്ലെടുത്തു, ആ ഡിഫറൻറ്റ് സെല്ലുകളിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരേ ക്വാണ്ടിറ്റി കറണ്ടാണ് പാസ് ചെയ്യിപ്പിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു 2 ആംപെയർ കറണ്ട് ഒരു 10 മിനിറ്റ്സ് പാസ് ചെയ്യിപ്പിക്കുന്നു. എല്ലാ സെല്ലിലും ഇതുപോലെ ആണ് കറണ്ട് പാസ് ചെയ്തെന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ അവിടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സപ്പോസ് കാഥോഡുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളുടെ മാസ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കത്തില്ല.
അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതാത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളുടെ ഇക്വലന്റ് വെയിറ്റുകൾക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ഒന്നാമത്തെ സെല്ലിൽ എ എന്നൊരു സബ്സ്റ്റൻസ് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് എ എന്ന് പറയാം. അല്ല രണ്ടാമത്തെ സെല്ലിലാണെങ്കിൽ ബി ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ഓഫ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് ബി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ബി ഈസ് ഈക്വൽ ടു ഇ എ ഡിവൈഡഡ് ബൈ ഇ ബി. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളുടെ മാസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് അവിടെ ഇക്വലന്റ് മാസുകളുടെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ന്യായമായി നമുക്കൊരു സംശയം ഉദിക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം ഇക്വലന്റ് മാസ് എന്ന്? ഇക്വലന്റ് മാസ് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ആ കാറ്റയോൺ അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ അല്ലെങ്കിൽ ആ കാറ്റയോൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മോൾ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്നുവോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രോഡ് റിയാക്ഷൻ Ag++1 ഇലക്ട്രോൺ ഗിവിംഗ് Ag എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിൽവറിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറിന്റെ അറ്റോമിക് വെയിറ്റ് 108 ആ നമുക്കറിയാം, ഡിവൈഡഡ് ബൈ കണ്ടോ ഒരു മോൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തെങ്കിൽ 108 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 108 തന്നെ ആയിരിക്കും സിൽവറിന്റെ ഇക്വലന്റ് മാസ്. പക്ഷെ അലൂമിനിയത്തിന്റെ കേസ് നോക്കൂ, ഇപ്പൊ Al3++3 ഇലക്ട്രോൺ ഗിവിംഗ് Al ആണ്. അലൂമിനിയത്തിന്റെ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ അറ്റോമിക് മോളാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് 27 ആണ് നമുക്കറിയാം. ഈ 27നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 ആണ് അലൂമിനിയത്തിന്റെ ഇക്വലന്റ് മാസ്. കോപ്പർ അയോണിന്റെ കേസ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ ചാർജ് എത്രയാണോ അതിന്റെ ചാർജ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാത് മെറ്റലുകളുടെ ഇക്വലന്റ് വെയിറ്റ് നമ്മൾ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? വെൻ സെയിം ക്വാണ്ടിറ്റി കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സ് then the weight of substances deposited at the respective electrodes are directly proportional to their equivalent weights എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് അവിടെ ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ചധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് തന്നെയാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡാണ്. ഇപ്പൊ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്കബിൾ ഇലക്ട്രോഡും ഉണ്ട്, നോൺ അറ്റാക്കബിൾ ഇലക്ട്രോഡും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കോപ്പർ സൾഫേറ്റ് അക്വ സൊല്യൂഷനിൽ കോപ്പർ ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോപ്പർ ഇലക്ട്രോഡ് അറ്റാക്കബിൾ ഇലക്ട്രോഡാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല ഇതേ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മളൊരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇനേർട്ട് ഇലക്ട്രോഡാണ്, നോൺ അറ്റാക്കബിൾ ഇലക്ട്രോഡാണ്. അപ്പോഴത്തെ പ്രോഡക്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത് പറഞ്ഞു നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്യും, വെദർ ഇറ്റ് ഈസ് അറ്റാക്കബിൾ ഓർ നോൺ അറ്റാക്കബിൾ. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ടൈപ്പ് ഓഫ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസ് പ്രസന്റ് ഇൻ ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് ദർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നമ്മൾ ആ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് സ്പീഷീസിന്റെയും റെഡ്യൂസിങ് സ്പീഷീസിന്റെയും നേച്ചറും അവയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകളെയും എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് അത്തരം കാര്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പൊ സപ്പോസ് കൺസിഡർ ദി ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. ഇപ്പൊ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ സോഡിയം മാത്രമേ ഉള്ളൂ. Na+ അയോണുകൾ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യും. അവിടെ കോമ്പറ്റീഷൻ വരുന്നില്ല, കാരണം അവിടെ ഓക്സിഡൈസിങ് സ്പീഷീസും റെഡ്യൂസിങ് സ്പീഷീസും ഓരോ ടൈപ്പേ ഉള്ളതുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല. പക്ഷെ അക്വസ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്വസ് സോഡിയം ക്ലോറൈഡ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്ത് Na+ഉം Cl- അയോൺസ് അവിടെ കാണും. അതുപോലെ വാട്ടർ ആണെങ്കിൽ പാർഷ്യൽ ആയിട്ട് അയോണൈസ് ചെയ്ത് അവിടെ H+ അയോണുകളും OH- അയോണുകളും ഒരു സ്മോളർ എമൗണ്ട്സിലെങ്കിലും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം കാഥോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നമുക്ക് നടക്കാവുന്ന റിയാക്ഷൻ എന്തെല്ലാം. അപ്പൊ കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഒരു കോമ്പറ്റീഷൻ വരും. നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് Na+ അയോണുകളുടെ ഡിസ്ചാർജ് അല്ലെങ്കിൽ Na+ അയോണുകൾ റെഡ്യൂസ് ചെയ്ത് സോഡിയമായി ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ H+ അയോണുകൾ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി. അങ്ങനെ 2 പോസിബിൾ റിയാക്ഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അവിടെ ഏത്
റിഡക്ഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നത് തീരുമാനിക്കുന്നത് അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അതിങ്ങനെയാണ് പറയുന്നത്, കാഥോഡിൽ ഹയർ E0 വാല്യൂ ഉള്ള റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. നോക്കൂ, നമ്മളിവിടെ Na+ അയോൺസിന്റെ റിഡക്ഷൻ റിയാക്ഷന്റെ E0 വാല്യൂ -2.71 വോൾട്ടും H+ അയോണുകൾ റെഡ്യൂസ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസിന്റെ ലിബറേഷന്റെ E0 വാല്യൂ 0 വോൾട്ടും ആണ്. ആ രണ്ടുപേരുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ, H+ അയോൺസിന്റെ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള E0 വാല്യൂ ആണ് ഹയർ. അതുകൊണ്ട് H+ അയോൺസ് ആയിരിക്കും പ്രിഫറബിൾ ആയിട്ട് അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുക. ഇനി നോക്കൂ, ആ H+ അയോണുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? നമുക്കറിയാം, H+ അയോൺസ് ഫോം ചെയ്യുക H2O അയോണൈസേഷൻ വഴിയാണ്. H2O ഗിവിംഗ് H++OH-. അപ്പൊ ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുകയാണെങ്കിൽ H2O H+H+ കട്ടായി പോകും. H2O+1 ഇലക്ട്രോൺ ഗിവിംഗ് ഹാഫ് H2+OH- എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും അപ്പോൾ കാഥോഡിൽ നമുക്ക് നടക്കുന്നതായിട്ട് പറയാൻ സാധിക്കുക. കാര്യം ഒന്നുകൂടെ ഓർമ്മിച്ച് വെച്ചേക്കുക, കാഥോഡിൽ E0 വാല്യൂ ഹയർ ആയിട്ടുള്ള റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ആ പ്രോഡക്റ്റ് ആയിരിക്കും കാഥോഡിൽ നടക്കുകയും ചെയ്യുക. ഇനി നോക്കൂ, ഇനി അടുത്ത് നമുക്ക് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ ആനോഡിൽ സാധാരണ ലോവർ E0 വാല്യൂ ഉള്ള റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ റിയാക്ഷൻ അവിടെ പ്രിഫർ ചെയ്യപ്പെടുക. അപ്പൊ നോക്കാം, അപ്പൊ ആനോഡിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് റിയാക്ഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്ന് Cl- അയോണിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ E0 വാല്യൂ 1.36 വോൾട്ടും, രണ്ട് വാട്ടർ ഓക്സിഡൈസ് ചെയ്ത് ഓക്സിജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഉള്ളത്. അതിന്റെ E0 വാല്യൂ 1.23 വോൾട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആനോഡിൽ പ്രിഫർ ചെയ്യുന്നത് ഏത് വാല്യൂ എന്നാ പറഞ്ഞത്? ഏത് വാല്യൂ ഉള്ള റിയാക്ഷനാ? ലോവർ E0 വാല്യൂ ഉള്ളതാ. അപ്പൊ നമ്മൾ എന്തായിരിക്കും പ്രതീക്ഷിക്കപ്പെടുന്നത്? ഓക്സിജൻ ഗ്യാസിന്റെ ലിബറേഷൻ ആയിരിക്കും അവിടെ സംഭവിക്കാൻ സാധ്യത എന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഓക്സിജൻ ഗ്യാസിന്റെ ലിബറേഷന് വേണ്ടിയിട്ടുള്ള റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് മാത്രവുമല്ല, ഈ ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യും? ഇലക്ട്രോഡിന് ചുറ്റും എന്ത് ചെയ്യും? അത് ഫോം ചെയ്തിട്ട് അവിടെ ബബിളുകളായിട്ട് നിൽക്കുകയും ആ ഓക്സിജൻ ഗ്യാസ് അവിടുന്ന് എക്സാക്റ്റ് ആയിട്ട് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അധികം വോൾട്ടേജ്, നമ്മൾ ഈ പറയുന്ന 1.23യേക്കാൾ കൂടുതൽ വോൾട്ടേജ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. ഈ എക്സ്ട്രാ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ഓവർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഓവർ പൊട്ടൻഷ്യലും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ, അപ്പൊ എക്സാക്ട് ആയിട്ടുള്ള ഓക്സിജൻ ഗ്യാസിന്റെ ലിബറേഷന് വേണ്ടിയിട്ട് തിയറട്ടിക്കൽ ആയിട്ടുള്ള 1.23 വോൾട്ട് അല്ല അവിടുത്തെ E0 വാല്യൂ, അതിനേക്കാൾ കുറച്ചും കൂടെ ഉയർന്ന E0 വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ഗ്യാസിന്റെ ലിബറേഷൻ എക്സ്പെരിമെന്റലായിട്ട് പോസിബിൾ ആവും. അതും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ക്ലോറിൻ ഗ്യാസിന്റെ E0 വാല്യൂ ആയിരിക്കും ലോവർ ആവുകയും, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? Cl- അയോണുകൾ ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? സോഡിയം അക്വസ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് കാഥോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു, ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു. ബാലൻസ് ആയിട്ട് Na+ അയോൺസും OH- അയോൺസും ആണ് ഇലക്ട്രോളിറ്റിക് ടാങ്കിൽ പിന്നെ അവശേഷിക്കുന്നത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഇലക്ട്രോളിറ്റിക് ടാങ്കിൽ അവശേഷിക്കുക. അപ്പം പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് പ്രത്യേകം ഓർക്കുക, ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് ഗീവ്സ് ഹൈഡ്രജൻ, ക്ലോറിൻ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം നമുക്കിനി അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില സെല്ലുകളാണ്, അല്ലെങ്കിൽ ബാറ്ററീസ് ആണ്. ബാറ്ററി നമുക്കറിയാം, കോമ്പിനേഷൻ ഓഫ് 2 or more cells യൂസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്, അതാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ഗാൽവാനിക് സെല്ലുകൾ, ആ ഗാൽവാനിക് സെല്ലുകളാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെല്ലുകളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് പ്രൈമറി സെല്ലും, രണ്ട് സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റീചാർജബിൾ സെൽസ് ആണ്, റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ്. അപ്പൊ റീചാർജ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം പ്രൈമറി സെല്ലുകളിൽ നടക്കുന്ന സെൽ റിയാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അത് നോൺ റീചാർജബിൾ ആണ്. ഇനി അതിൻ്റെ ആയുസ്, അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതായിരിക്കും. കുറച്ചു കാലത്തെ ഉപയോഗത്തിന് ശേഷം നമുക്കത് വലിച്ചെറിച്ച് കളയാൻ മാത്രമേ ഈ പ്രൈമറി സെൽസിന് സാധ്യമാവുകയുള്ളൂ. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ സെല്ലുകൾ, അതുപോലെ മെർക്കുറി സെല്ലുകളൊക്കെയാണ്. അത് നമ്മൾ ഉടനെ പിന്നാലെ നമ്മൾ മനസ്സിലാക്കുന്നു. സെക്കൻഡറി സെൽസ് എന്ന് പറയുമ്പോൾ എന്താ? നേരെ വിപരീതമായ പ്രോപ്പർട്ടീസോട് കൂടിയതായിരിക്കും. ഈ സെക്കൻഡറി സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതിന്റെ കാരണം അതിൽ നടക്കുന്ന സെൽ റിയാക്ഷനുകളെല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
ഇതുകൊണ്ട് തന്നെ ഈ സെല്ലുകൾക്ക് വളരെ ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 2, 3, 4, 5 വർഷമൊക്കെ നമുക്ക് സെക്കൻഡറി സെല്ലുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് സ്പാനും അതുപോലെ വളരെ ദീർഘമായിട്ടുള്ള ആയുസ്സുമായിരിക്കും നമ്മുടെ സെക്കൻഡറി സെല്ലുകൾക്ക് ഉണ്ടാവുക. സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് സെല്ലുണ്ട്, അതുപോലെ നിക്കൽ കാഡ്മിയം സെല്ലുണ്ട്, അതുപോലെ നമ്മുടെ മൊബൈലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലിഥിയം സെല്ലുകളുണ്ട്. ഇനി ഭാവിയിൽ ഒരു പ്രധാനപ്പെട്ട സെല്ലാണ് വാഹനങ്ങളിൽ തന്നെ ഇനിയിപ്പം ലിഥിയം സെല്ലുകൾ വരും. ഇപ്പം ഇന്ധനങ്ങൾ പെട്രോൾ ഡീസലൊക്കെ മാറിയിട്ട് പകരം ലിഥിയം സെല്ലുകളുടെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ലിഥിയം സെല്ല് വെച്ചായിരിക്കും ഇനി ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാഥമികമായി സെല്ലുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഓരോ സെല്ലുകളുടെയും റിയാക്ഷനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളതിനെ ഒന്ന് ചുരുക്കി മനസ്സിലാക്കുക, അതവിടെ ഒന്ന് നക്ഷലായിട്ട് മനസ്സിലാക്കുക. ഓരോ സെല്ലിൻ്റെയും ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റും അതുപോലെ അവിടെ നടക്കുന്ന സെൽ റിയാക്ഷനുകളുമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിൻ്റെ സെൽ പൊട്ടൻഷ്യലും. ഇത്ര കാര്യങ്ങളാണ് ഓരോ സെല്ലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് നോക്കാം ഡ്രൈ സെൽ. ഒരു പക്ഷേ നമുക്ക് ഏറ്റവും ഫെമിലിയാരിറ്റി ഉള്ളൊരു സെല്ലാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ലക്ലാൻഷേ സെൽ എന്ന് നമ്മളിതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രൈ സെൽ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമുക്കറിയാം, നമ്മുടെ റിമോട്ടുകളിലും അതുപോലെ ക്ലോക്കിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സെല്ലാണ് ഡ്രൈ സെൽ. നമുക്ക് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ നോക്കാം. അപ്പോൾ ആ ഡ്രൈ സെല്ല് നമുക്ക് എല്ലാവരും വീട്ടിൽ ചെന്ന് നോക്കണം. നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ഡ്രൈ സെൽ എടുത്ത ശേഷം ഒരു മെറ്റൽ കേസ് അതിനുണ്ടാകും. പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ പേപ്പർ കോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ കേസ് ഉണ്ട്. ആ മെറ്റൽ കേസ് അങ്ങ് ഇളക്കി കഴിയുകയാണെങ്കിൽ നമുക്കൊരു ചാര കളറിലുള്ള ഒരു ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു വെസൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മെറ്റൽ കവറേജ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു സിങ്ക് എന്ന് പറഞ്ഞ മെറ്റലാണ്. അപ്പോൾ ഒരു സിങ്ക് കണ്ടെയ്നർ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സിങ്ക് കണ്ടെയ്നറാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ സിങ്ക് കണ്ടെയ്നർ തന്നെയാണ് നമ്മുടെ ഡ്രൈ സെല്ലിന്റെ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം ഡ്രൈ സെല്ലിനകത്തുള്ള സിങ്ക് കണ്ടെയ്നർ, ആ സിങ്ക് വെസൽ, സിലിണ്ടറിക്കൽ സിങ്ക് വെസലാണ് അവിടുത്തെ ആനോഡ്. ഇനി അതിനകത്ത് നമുക്ക് എന്ത് കാണാം? കറക്റ്റ് നടുക്ക് മിഡിൽ പോർഷനിൽ ഒരു കാർബൺ റോഡ് ഉണ്ടാവും, ഒരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ടാവും, ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ടാകും. ഈ കാർബൺ റോഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പൗഡേർഡ് ആയിട്ടുള്ള കാർബണും മാംഗനീസ് ഡയോക്സൈഡും ഉണ്ടാകും. അതാണ് അവിടുത്തെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ഈ ആനോഡിന്റെയും കാഥോഡിന്റെയും ഇടയ്ക്കുള്ള റിമൈനിങ് സ്പേസിൽ നമുക്കൊരു തല്ലിപ്പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളപ്പൊടി കാണാൻ സാധിക്കും. അത് ഇലക്ട്രോലൈറ്റ് ആണ്. എ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഡ്രൈ സെല്ലിനകത്തുള്ള ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റ്. ഇനി ഇതിൽ നടക്കാൻ പോകുന്ന റിയാക്ഷനുകൾ നമുക്ക് നോക്കാം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓക്സിഡേഷനാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സിങ്ക് കണ്ടെയ്നറിലെ സിങ്ക് ആറ്റങ്ങൾ തനിച്ച് ഓക്സിഡൈസ് ചെയ്യും. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്ത് Zn2+ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അവിടുത്തെ ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന മാംഗനീസ് ഡയോക്സൈഡ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് അമോണിയം ക്ലോറൈഡാണ്. ആ അമോണിയം ക്ലോറൈഡിലെ അമോണിയം അയോൺസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അവിടെ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണിനെ കൂടെ ഗെയിൻ ചെയ്ത് MnOH + NH3 എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ കാഥോഡ് റിയാക്ഷൻ. ഇനി നമുക്കറിയാം, ഈ നമ്മുടെ ഡ്രൈ സെല്ലിന്റെ മാക്സിമം EMF എന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 വോൾട്ടാണ്. പക്ഷെ നമുക്കറിയാം, നിർഭാഗ്യവശാൽ ഡ്രൈ സെല്ലിന്റെ ഒരു വലിയ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 വോൾട്ട് അതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വോൾട്ടേജാണ്. പക്ഷെ ഒരിക്കലും നമുക്കത് കിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു വരും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ വോൾട്ടേജ് കുറഞ്ഞു വരുന്നത്? നമുക്കറിയാം, ഇതിനകത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ്. അപ്പം ഇലക്ട്രോലൈറ്റിലുള്ള അയോണിക് കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് സെല്ലിനകത്തൂടെയുള്ള കറണ്ടിന്റെ പാസേജിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. നോക്കൂ, നമ്മുടെ ഇലക്ട്രോലൈറ്റ് അയോണായ അമോണിയം അയോണുകൾ കാഥോഡ് റിയാക്ഷനിൽ അമോണിയ ഗ്യാസ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കാണാൻ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊട്ടൻഷ്യൽ ഓരോ ദിവസം കഴിയും തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരികയും ചെയ്യും. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നോക്കൂ, അവിടെ ഈ ആനോഡിന്റെ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആയ Zn2+ അയോണുകളും കാഥോഡ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള അമോണിയയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ZnNH3 4 × 2+ എന്നൊരു കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും.
അപ്പൊ ആനോഡിന്റെ പ്രോഡക്റ്റും കാഥോഡിന്റെ പ്രോഡക്റ്റും അവിടെ ഇനി ഇല്ല. അവിടെ അത് ഉണ്ടാകുന്നെങ്കിലേ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ സാധ്യതയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രോഡക്റ്റുകൾ പരസ്പരം റിയാക്ട് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറിയില്ലെങ്കിൽ വേറൊരു അപകടത്തിനും സാധ്യതയുണ്ട്. എന്തായാൽ അമോണിയ ഗ്യാസ് ഉണ്ടാകുമ്പോൾ പ്രഷർ കൂടി ചിലപ്പോൾ ഒരു പക്ഷേ സെല്ല് പൊട്ടിത്തെറിക്കാൻ ഒരു സാധ്യത ഒഴിവാക്കുന്നതും കൂടെ ഈ റിയാക്ഷൻ സഹായമാവുകയും ചെയ്യും. ഇനി ഇതിന്റെ ഡീമെറിറ്റ്, മറ്റൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ല് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് പോലും അസിഡിക് ആയിട്ടുള്ള ഈ അമോണിയം ക്ലോറൈഡ് സിങ്ക് കണ്ടെയ്നറിനെ കൊറോഡ് ചെയ്യും. കൊറോഡ് ചെയ്ത് എന്ത് ചെയ്യും, ഇത് ലീക്ക് ആവും. അതാണ് അതിന്റെ മറ്റൊരു ഡ്രോബാക്ക്. പിന്നെ കോമ്പാക്ട് അല്ല എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ നിലനിർത്താൻ പറ്റത്തില്ല എന്നൊരു ഡ്രോബാക്ക് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ഡ്രോബാക്കുകൾ ഏതിനുണ്ട്, ഡ്രൈ സെല്ലുകൾക്കുണ്ട്. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ഡെഫിനറ്റ് ലൈഫ് സ്പാൻ കഴിയുമ്പം അത് എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രമേ ഡ്രൈ സെല്ല് പറ്റുകയുള്ളൂ. ഇനി നമുക്കിനി അടുത്തതായിട്ട് മനസ്സിലാക്കുന്നൊരു പ്രൈമറി സെല്ലാണ് മെർക്കുറി സെൽ അഥവാ ബട്ടൺ സെൽ എന്ന് പറയും. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെല്ലാണ്. നമ്മുടെ വാച്ചുകളിനകത്തൊക്കെ ഉള്ള ബട്ടൺ പോലിരിക്കുന്ന ഒരു ചെറിയ സെല്ല്. നമ്മുടെ ചൈനീസ് കളിപ്പാട്ടങ്ങളിനകത്തൊക്കെ പലപ്പോഴും ഈ ചെറിയ സെല്ല് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതും ഈ മെർക്കുറി സെൽ അഥവാ ബട്ടൺ സെല്ലാണ്. ശ്രദ്ധിക്കാം, അതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ അലോയിയ. അപ്പൊ സിങ്ക് മെർക്കുറി അമാൽഗം ആണ് ഇവിടുത്തെ ആനോഡ്. കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിക് ഓക്സൈഡിന്റെയും കാർബണിന്റെയും കൂടെ ഒരു പേസ്റ്റ് ആണ് ഇവിടുത്തെ കാഥോഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. നമ്മൾ ചിത്രത്തിൽ കാണാം, അതാണ് നമ്മുടെ മെർക്കുറി സെൽ എന്ന് പറയുന്നത്. ബട്ടൺ ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് മനസ്സിലാക്കാനുള്ള ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ ആണ്. ആനോഡ് റിയാക്ഷൻ നമ്മൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ സെല്ലിലായിരുന്നെങ്കിൽ സിങ്ക് കണ്ടെയ്നർ ആയിരുന്നു ഇവിടുത്തെ ആനോഡ്. അത് തനിച്ച് ഓക്സിഡൈസ് ചെയ്യുമായിരുന്നു. അതിന് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും വേണ്ട. പക്ഷെ മെർക്കുറി സെല്ലിലാണെങ്കിൽ സിങ്ക് അമാൽഗമാണ്. സിങ്ക് അമാൽഗ അലോയ്സ് എന്ന് പറയുമ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഈ സിങ്ക് അമാൽഗത്തെ നമ്മുടെ ഇലക്ട്രോലൈറ്റിലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ OH- അയോണുകൾ അറ്റാക്ക് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പം സിങ്ക് ഓക്സൈഡും വാട്ടറും 2 ഇലക്ട്രോണുകളും ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോണുകൾ ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ഓക്സിഡേഷൻ. അത് സംഭവിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. അപ്പൊ ആനോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ഒരിക്കൽ കൂടെ പറയാം, എന്താ, നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലെ OH- അയോണുകൾ സിങ്ക് അമാൽഗത്തെ അറ്റാക്ക് ചെയ്ത് സിങ്ക് ഓക്സൈഡും വാട്ടറും 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു എന്ന് പറയുന്നതാണ് ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാഥോഡ് അറ്റാക്ക് ചെയ്യുന്ന മെർക്കുറിക് ഓക്സൈഡ് ഉണ്ട്. ഈ മെർക്കുറിക് ഓക്സൈഡ് നോക്കൂ, അവിടെ റിലീസ് ചെയ്ത വാട്ടറും 2 ഇലക്ട്രോണും കണ്ടോ, അതിനെ ഇവിടെ അങ്ങ് ഗെയിൻ ചെയ്യുക. കണ്ടോ, H2O+2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞ് എന്താ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെർക്കുറിയും 2 OH- അയോണുകൾ, നമ്മൾ നേരത്തെ ആനോഡ് റിയാക്ഷനെ കൺസ്യൂം ചെയ്ത 2 OH- അയോണുകൾ ഇവിടെ എന്ത് ചെയ്യും, റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോഴോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വാട്ടറും ക്യാൻസൽ ആവും. 2 ഇലക്ട്രോൺ ക്യാൻസൽ, 2 OH- ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിങ്ക് അമാൽഗം പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് ഗിവിംഗ് സിങ്ക് ഓക്സൈഡ് പ്ലസ് മെർക്കുറി ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഈ മെർക്കുറി സെല്ലിന്റെ പൊട്ടൻഷ്യൽ EMF എന്ന് പറയുന്നത് 1.35 വോൾട്ടാണ്. നമ്മുടെ ഡ്രൈ സെല്ലിന് അത്രയും ഇല്ല. പക്ഷേ നമ്മുടെ മെർക്കുറി സെല്ലിന് മറ്റൊരു മെറിറ്റ് ഉണ്ട്. എന്താണ് ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കൂ, നമ്മുടെ ഇവിടുത്തെ ഓവറോൾ റിയാക്ഷനിലാണെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷന് ഡിക്രീസ് സംഭവിക്കുന്നില്ല. ആനോഡ് റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിന്റെ OH- അയോണുകൾ കൺസ്യൂം ചെയ്യപ്പെട്ടാലും കാഥോഡ് റിയാക്ഷനെ റീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവറോൾ റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിന്റെ അയോണിക് കോൺസെൻട്രേഷൻ ഡിക്രീസ് ഉണ്ടാകുന്നില്ലാത്തത് കൊണ്ട് ഇതിന്റെ ലൈഫ് സ്പാൻ മുഴുവൻ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് ആയിട്ട് പറയാൻ സാധിക്കുക. പക്ഷേ ഡ്രൈ സെല്ലിന് ആ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. മറ്റൊരു മെറിറ്റ് എന്ന് പറഞ്ഞത് എന്താ, വളരെ കോമ്പാക്റ്റ് ആണ്. ഡ്രൈ സെല്ലിനേക്കാൾ വളരെ കോമ്പാക്റ്റ് ആണ് നമ്മുടെ മെർക്കുറി സെൽ. പക്ഷേ ഇതിനൊരു വലിയൊരു ഡീമെറിറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു പൊല്യൂട്ടൻ്റ് ആണ്. അത് ഹ്യൂമൻ ബോഡിക്കായാലും അനിമൽസിനായാലും പ്ലാന്റ്സിനായാലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഗതി അല്ല മെർക്കുറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യവശം എന്ന് പറയുന്നത്. ഇനി നമുക്കടുത്ത സെക്കൻഡറി സെല്ലില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ല് പരിചയപ്പെടാം, ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാത്തരം വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ് സെല്ലാണ്, അല്ലെങ്കിൽ പവർ ജനറേഷൻ ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെൽ. നോക്കുക, അപ്പോൾ ലെഡ് സ്റ്റോറേജ് സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോളിത്തീൻ കേസ് ഉണ്ട്. ആ കേസിനകത്ത് ആനോഡ് എന്ന് പറയുന്നത് ഒരു ലെഡിൻ്റെ ഒരു ഗ്രിഡാണ്. ആ ലെഡിൻ്റെ ഗ്രിഡിനകത്ത് അല്ലെങ്കിൽ ആ പ്ലേറ്റിനകത്ത് എന്തുണ്ട്, സ്പോഞ്ചി ലെഡ്, വളരെ ഫൈനലി പോറസ് ആയിട്ടുള്ള
സ്പോഞ്ചി ലെഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫിൽ ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലെഡിന്റെ ഗ്രിഡ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് പാക്ക് ചെയ്തേക്കുന്ന ലെഡ് ഓക്സൈഡ് ആണ്. അപ്പോൾ സ്പോഞ്ചി ലെഡ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു ലെഡിന്റെ ഗ്രിഡാണ് ആനോഡും, അതുപോലെ തന്നെ ലെഡ് ഓക്സൈഡ് പാക്ക് ചെയ്തിട്ടുള്ള ലെഡിന്റെ ഒരു ഗ്രിഡാണ് അവിടുത്തെ കാഥോഡും. ഈ രണ്ട് ഗ്രിഡുകളും നമ്മൾ എവിടെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 38% അല്ലെങ്കിൽ നേർത്ത ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ് അതിലേക്കാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മൊത്തത്തിലെ സംവിധാനം നമുക്കറിയാം, ഒരു പോളിത്തീൻ കേസിനകത്ത്, ഒരു പോളിമർ കേസിനകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന ആനോഡ് റിയാക്ഷൻ ശ്രദ്ധിക്കാം. നമ്മുടെ ലെഡ് എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റും 2 ഇലക്ട്രോൺസുമായിട്ട് മാറുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാഥോഡിലെ ലെഡ് ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡിലെ H+ അയോണുകളും സൾഫേറ്റ് അയോണുകളും ഇലക്ട്രോണുകളുടെ പ്രസൻസിൽ ഗെയിൻ ചെയ്തുകൊണ്ട് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറുന്നു. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കാണാം, ശ്രദ്ധിക്കാം, Pb+, PbO2+, 4H++ 2SO4 ഗിവിംഗ് 2 PbSO4+ 2H2O. അപ്പൊ നമുക്ക് ഒരു വെഹിക്കിളിലെ ആവശ്യകത അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൂടുതൽ സെല്ലുകൾ നമുക്ക് കൂട്ടിച്ചേർത്ത് കൂടുതൽ വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് അവിടുത്തെ ഈ സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പം നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിതിനെ വേണം എന്ത് ചെയ്യാം, നമുക്ക് വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഡൈനാമോയിൽ നിന്ന് കിട്ടുന്ന പവർ നമ്മുടെ ഈ സെല്ലിലേക്ക് പാസ് ചെയ്യിപ്പിക്കുമ്പം ഈ സെല്ല് റീചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആകുന്നു. ലെഡ് സൾഫേറ്റ് ഇലക്ട്രലൈസ് ചെയ്യപ്പെട്ടിട്ട് ലെഡും ലെഡ് ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും എന്ത് ചെയ്യും, ഈ സെല്ലിൽ റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ 2 വോൾട്ടാണ്. അങ്ങനെ അതിന്റെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഉള്ള നമുക്ക് ലെഡ് സ്റ്റോറേജ് സെല്ല് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിനി അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ലാണ്. ഒരുപക്ഷെ നമ്മൾ പഴയ ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് ഇത് കണക്കാക്കാം. ദാറ്റ് ആർ ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നൊരു സെൽസാണ്. ഇപ്പോൾ ഫ്യൂവൽ സെൽസ് ആർ ഡിവൈസസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ എക്സെട്ര ഡയറക്റ്റ്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ പവർ ജനറേഷനിൽ സംഭവിക്കുന്ന കാര്യം, ഫോസിൽ ഫ്യൂവലുകൾ ഉണ്ടെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവലുകളെ ആദ്യം എന്ത് ചെയ്യും, ബേൺ ചെയ്യിപ്പിച്ച് തെർമൽ എനർജി ആക്കും. ആ തെർമൽ എനർജി ഉപയോഗിച്ച് നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കും, അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ പല സ്റ്റേജസ് ഓഫ് കൺവേർഷനിലൂടെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പരമാവധി എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് ഒരു 40% ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഫ്യൂവൽ സെൽസിൽ ചെയ്യുന്ന കാര്യം, ഇങ്ങനെയുള്ള ഫ്യൂവൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂവൽസിനെ കമ്പസ്റ്റൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന തരം ഡിവൈസുകളാണ് ഫ്യൂവൽ സെൽസ്. അപ്പോൾ ആ ഫ്യൂവൽ സെൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരം ഫ്യൂവൽ സെൽസ് ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽസ് എന്ന് പറയും. ഇതിനെ നമുക്ക് അഥവാ ബെക്കോൺ സെല്ലുകൾ എന്നും വിളിക്കാറുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ സ്പേസ് അപ്പോളോ പ്രോഗ്രാമിലുള്ള സ്പേസ് ഷിപ്സിലൊക്കെ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ പറയുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. നമുക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 കമ്പാർട്ട്മെന്റുകളാണുള്ളത്. അവിടെ പോറസ് കാർബൺ ഇലക്ട്രോഡുകൾ വെച്ചിട്ടാണ് ഈ കമ്പാർട്ട്മെന്റ് സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആനോഡ് കമ്പാർട്ട്മെന്റ് ആണ്. റൈറ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡ് കമ്പാർട്ട്മെന്റ് ആണ്. മിഡിൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അക്വ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അപ്പൊ നോക്കൂ, ഇവിടെ ചെയ്യുന്ന കാര്യം, ഇവിടുത്തെ ആനോഡ് റിയാക്റ്റന്റുകളും കാഥോഡ് റിയാക്റ്റന്റുകളും എക്സ്റ്റേർണൽ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ഈ സെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടുത്തെ ആനോഡ് റിയാക്റ്റന്റ്. ഈ ആനോഡ് റിയാക്റ്റന്റിന് ലെഫ്റ്റ് കമ്പാർട്ട്മെന്റിലൂടെ സെല്ലിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ആ പോറസ് കാർബൺ ഇലക്ട്രോഡ്, പോറസ് ആണ്, അതിലൂടെ ഡിഫ്യൂസ് ചെയ്ത് വന്ന ശേഷം എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടുത്തെ ആനോഡ് റിയാക്ഷൻ നോക്കാം. അപ്പൊ ആനോഡ് റിയാക്റ്റന്റ് ആയ ഹൈഡ്രജൻ ഗ്യാസ് പോറസ് കാർബൺ ഇലക്ട്രോഡിലൂടെ ഡിഫ്യൂസ് ചെയ്ത് വന്ന ശേഷം ഇലക്ട്രോലൈറ്റിലുള്ള OH- അയോൺ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇലക്ട്രോലൈറ്റിലുള്ള OH- അയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് 4 വാട്ടറും 4 ഇലക്ട്രോണുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ.
കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാഥോഡ് റിയാക്ടന്റ് ഓക്സിജൻ ഗ്യാസ് ആണ്. ആ റൈറ്റ് സൈഡിൽ ആണ് ഓക്സിജൻ നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്യുന്നത്. അതിലൂടെ ഓക്സിജൻ ഗ്യാസിനെ അങ്ങോട്ട് നമ്മൾ പമ്പ് ചെയ്യുന്നു. ഈ ഓക്സിജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു, അവിടെ റിലീസ് ചെയ്ത 4 വാട്ടറിലെ 2 വാട്ടറിനെയും ആ 4 ഇലക്ട്രോണിനെയും കൂടെ ഗെയിൻ ചെയ്ത് 4 OH- അയോണുകൾ, ആനോഡ് റിയാക്ഷനിൽ നമ്മൾ ഗെയിൻ ചെയ്ത 4 OH- അയോണുകളെ റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി എന്നാലും നമുക്ക് ഈ 2 റിയാക്ഷനുകൾ പഠിക്കാൻ അല്പ പ്രയാസം ഉണ്ടെങ്കിലും ഓവറാൾ റിയാക്ഷൻ നമുക്ക് ഏറ്റവും പരിചിതമായ റിയാക്ഷനാണ്. നമ്മളിവിടെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും സമ്മപ്പ് ചെയ്യുമ്പം 2H2 + O2 ഗിവിംഗ് 2H2O എന്നാണ് കിട്ടേണ്ടത്. അത് നമ്മൾ ആദ്യം മനസ്സിൽ വെച്ചുകൊള്ളണം. എന്താ നമുക്ക് നോക്കൂ, ആനോഡ് 2H2 + O2 ഗിവിംഗ് 2H2O എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആനോഡിൽ 2H2O ആയിരിക്കും എടുക്കുക, കണ്ടോ. അതുപോലെ കാഥോഡിൽ എടുക്കുന്ന എന്തായിരിക്കും, O2 ആയിരിക്കും. അൾട്ടിമേറ്റ് ആയിട്ട് 2 വാട്ടറെ ഫോം ചെയ്യാവും. ബാക്കി എല്ലാവരും ക്യാൻസൽ ചെയ്ത് പോകണം എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഓവറാൾ റിയാക്ഷൻ നമുക്ക് എഴുതി മാറുകയും ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് ഏതാ, ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാ, വാട്ടർ ആണ്. അപ്പൊ കാഥോഡ് കമ്പാർട്ട്മെന്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പുറത്തേക്ക് വരുന്ന എന്താണ്, വാട്ടറുമാണ്. ഇനി നമ്മുടെ ഈ ഫ്യൂൽ സെൽസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസിന്റെ ചില അഡ്വാൻറ്റേജസ് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്നെന്താ, ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. 70% തൊട്ട് മുകളിലോട്ടാണ് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, ഇത് ഒരു തരത്തിലെ പൊല്യൂഷൻ ഉണ്ടാക്കത്തില്ല. ഇറ്റ് ഡസ് നോട്ട് കോസ് എനി പൊല്യൂഷൻ. ഒരു തരത്തിലെ പൊല്യൂഷൻ ഉണ്ടാകത്തില്ല. ഇതിൽ നിന്നുണ്ടാകുന്ന ആകെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. ഈ വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിങ്കിങ് പർപ്പസിന് വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ അപ്പോളോ പ്രോഗ്രാമിലൊക്കെ ഉപയോഗിക്കും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഹൈഡ്രജനും ഓക്സിജനും ഒരു ഫ്യൂൽ സെല്ലുമായിട്ട് പോയാൽ മതി. ഹൈഡ്രജനും ഓക്സിജനെയും കമ്പൈൻ ചെയ്യിപ്പിച്ച് ഫ്യൂൽ സെല്ലിൽ വെച്ച് കമ്പൈൻ ചെയ്യിപ്പിച്ച് വാട്ടറാക്കി മാറ്റുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പവർ ജനറേഷനും കിട്ടും. ഒപ്പം എന്താ, ഡ്രിങ്കിങ്ങിന് പോലും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വാട്ടർ നമുക്കിവിടെ കിട്ടുകയും ചെയ്യുന്നു. അതൊരു വലിയ മെറിറ്റ് ആണ്. പിന്നെ സൗണ്ട് പൊല്യൂഷനോ അല്ലെങ്കിൽ എയർ പൊല്യൂഷനോ അങ്ങനെയുള്ള ഒരു പൊല്യൂഷനും ഇല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സബ്മറൈൻസിലും മിലിറ്ററി എക്യുപ്മെന്റ്സിലൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഫ്യൂൽ സെൽസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇലക്ട്രോഡുകൾ ഒരിക്കലും അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു മെറിറ്റ്. ബാക്കി ഏത് സെല്ലുകളായാലും സെക്കൻഡറി സെല്ലാണെങ്കിൽ നമ്മൾ നേരത്തെ ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറഞ്ഞാലും പരമാവധി ആയുസ് ഒരു 5 വർഷമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ സെല്ലെന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഫ്യൂൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നിടത്തോളം കാലം എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഫ്യൂൽ സെൽസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ഇതിന്റെ മറ്റൊരു മെറിറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ദാറ്റ് ഈസ് കൊറോഷൻ, ലോഹനാശനം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കൊറോഷൻ ഈസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ഡ്യൂ ടു ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് സറൗണ്ടിങ് എയർ ആൻഡ് മോയ്സ്ചർ. ചുറ്റുമുള്ള വായുവും അതുപോലെ തന്നെ ഈർപ്പവുമായിട്ടൊക്കെ പ്രവർത്തിച്ച് ഒരു മെറ്റൽ നശിക്കുന്ന പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പരിചയമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊറോഷനാണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പ്രവർത്തനം. അതുപോലെ ടാർണിഷിംഗ് ഓഫ് സിൽവർ, നമ്മുടെ വെള്ളി ആഭരണങ്ങളിനകത്ത് ചില കറുത്ത കുത്തുകൾ വീഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ ഫോർമേഷൻ ഓഫ് എ ഗ്രീൻ കോട്ടിംഗ് ഓവർ കോപ്പർ ആൻഡ് ബ്രോൺസ്, നമ്മൾ ചെമ്പ് പാത്രങ്ങളും അതുപോലെ പിത്തള പാത്രത്തിൻ്റെ ഒക്കെ പുറത്ത് ക്ലാവ് പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ലോഹനാശനത്തിൻ്റെ അല്ലെങ്കിൽ ലോഹം നശിച്ചു പോകുന്നതിൻ്റെ വിവിധ ഉദാഹരണങ്ങളാണ്. അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ കെമിസ്ട്രി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ ഒരു വോൾട്ടായിക് സെല്ലുകൾ, നമ്മുടെ ഈ പറയുന്ന ഇരുമ്പിൻ്റെ സർഫസിൽ ഒരുപാട് വോൾട്ടായിക് സെല്ലുകളുടെ മിനിയേച്ചറുകൾ നമുക്ക് സങ്കല്പിക്കാം. നോക്കൂ, അത്തരത്തില് മിനിയേച്ചർ ഓഫ് സെൽസുകൾ ഒരു കമ്പാരിറ്റീവ്ലി പ്യുവറായിട്ടുള്ള ഒരു അയൺ സ്പോട്ട് നമുക്ക് ആനോഡായിട്ട് സങ്കല്പിക്കാം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഇംപ്യൂർ ആയിട്ടുള്ള അയൺ സ്പോട്ട്, അതായത് നമ്മൾ എയറുമായിട്ടും മോയ്സ്ചറുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന തൊട്ടടുത്ത ഒരു അയൺ സ്പോട്ടിനെ കാഥോഡായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽ സർഫസിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന മോയ്സ്ചർ ആണ്. ആ മോയ്സ്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഡിസോൾവ് ചെയ്യും, അപ്പോൾ കാർബോണിക് ആസിഡ് ആവും. ഇനി അതുപോലെ അറ്റ്മോസ്ഫിയറിലുള്ള അസിഡിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ ഡിസോൾവ് ചെയ്തിരിക്കാം. അതുപോലെ ചിലപ്പോൾ ഒരുപക്ഷെ സീഷോർ കടൽത്തീരത്തൊക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം മാത്രമല്ല, അതിനകത്ത് എന്ത് ചെയ്യും, സാൾട്ടിന്റെ ഒക്കെ പ്രസൻസ് കാണും. അതെല്ലാം കൊറോഷൻ റേറ്റ് കൂടും, ബെറ്റർ ഇലക്ട്രോലൈറ്റിലേക്ക് കിട്ടും. അപ്പൊ എന്തായാലും മോയ്സ്ചർ ഉണ്ടാവണം. മോയ്സ്ചർ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിക്കൂ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ ആണ്, മെറ്റൽ സർഫസിൽ പറ്റിപ്പിടിക്കുന്ന മോയ്സ്ചർ ആണ്. അത് കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള അസിഡിക് ഓക്സൈഡ്സും ഡിസോൾവ് ചെയ്തിരിക്കും.
അപ്പോൾ ഇതാണ് അവിടുത്തെ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും. ഇനി ആനോഡ് റിയാക്ഷൻ നോക്കാം. പ്യുവർ അയൺ സ്പോട്ടിലെ അയൺ എന്ത് ചെയ്യുന്നു? Fe2+ഉം 2 ഇലക്ട്രോൺസുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷനിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? കാഥോഡ് സ്പോട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ അയൺ സ്പോട്ടുമായിട്ട് കോൺടാക്ട് ഇരിക്കുന്ന ഓക്സിജൻ ഗ്യാസ് നമ്മുടെ ഇലക്ട്രോലൈറ്റായ കാർബോണിക് ആസിഡിലെ H+ അയോണുകളുടെ പ്രസൻസിൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ കാഥോഡ് റിയാക്ഷൻ. അപ്പോൾ ഓവറാൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 4 ഇലക്ട്രോൺ കാഥോഡ് റിയാക്ഷനിൽ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആനോഡ് റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓവറാൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2Fe+O2+, 4H+ ഗിവിംഗ് 2Fe2++2H2 നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ നോക്കൂ, ഈ ഓവറാൾ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആയ ഈ Fe2+ഉം 2Fe2+ഉം 2 വാട്ടറും ഫർദർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. Fe2+ അയോണുകൾ വാട്ടറിന്റെ പ്രസൻസിൽ ഫർദർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് Fe2O3യും H+ഉമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ആ H+ അയോണുകളും വീണ്ടും തിരികെ പോയിട്ട് റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നത് മറ്റൊരു കാര്യം. ഇനി ഈ ഉണ്ടായ Fe2O3 അല്ലെങ്കിൽ അഥവാ Fe3+ അയോണുകൾ അവിടെ അവശേഷിക്കുന്ന മോയ്സ്ചറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് Fe2O3 XH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദിസ് ഈസ് കാൾഡ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഈ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് റസ്റ്റ് എന്ന് പറയുന്നത്, അഥവാ തുരുമ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കുക, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് റസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് Fe2O3 XH2O എന്ന് പറയുന്നതാണ് ഈ തുരുമ്പ് എന്ന് പറയുന്ന സംഗതി. ഇനി നമുക്കറിയാം എങ്ങനെ നമുക്ക് ഈ കൊറോഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ നമുക്കറിയാം. ഇവിടെ എന്താ, ഈ നമ്മുടെ മെറ്റല് മോയ്സ്ചറുമായിട്ടും എയറുമായിട്ടും കോണ്ടാക്റ്റിൽ വരുന്നത് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് റസ്റ്റിംഗ് ഓഫ് അയൺ നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? മെറ്റാലിക് കോട്ടിങ്ങോ ലെസ് റിയാക്റ്റീവായ മെറ്റൽസിന്റെ കോട്ടിങ്ങോ അല്ലെങ്കിൽ നോൺ മെറ്റൽസ് റബ്ബറോ അല്ലെങ്കിൽ പെയിന്റോ പോലുള്ളതിന്റെ കോട്ടിങ്ങോ ഒക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റസ്റ്റിംഗ് ഓഫ് അയണിനെ നമുക്ക് തടസ്സപ്പെടുത്താം. അല്ലെങ്കിൽ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അയണിനെ നമുക്ക് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ വെച്ച് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സിങ്ക് കോട്ട് ചെയ്തിട്ടുള്ള അയണിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസ്ഡ് അയൺ. നമ്മൾ സാധാരണ GI പൈപ്പുകൾ എന്ന് നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ചാരക്കളറുള്ള പൈപ്പുകൾ, GI പൈപ്പുകൾ. GI പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. നമ്മുടെ വീടുകളിലെല്ലാം മിക്കവാറും മേൽക്കൂരകളൊക്കെ ഇടാൻ നേരത്ത് ഫിറ്റ് ചെയ്തേക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് GI പൈപ്പാണ്. അത് ആ ഇരുമ്പിന്റെ പുറത്ത് കോട്ട് ചെയ്തേക്കുന്ന സിങ്കാണ്. ആ സിങ്ക് കോട്ടിംഗ് ഉള്ളിടത്തോളം കാലം ഇരുമ്പിന്റെ അല്ലെങ്കിൽ അയണിന്റെ കൊറോഷൻ നമുക്ക് അവിടെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അയണിന്റെ കൊറോഷൻ നമുക്ക് തടസ്സപ്പെടുത്താം. ഇതോടുകൂടി ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിന്റെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.